വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തിയ ഒരു ഭരണകൂടത്തിന് ജനവിധിയിലൂടെ മറുപടി നൽകാൻ കേരളം ഒരുങ്ങുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ശബരിമല വിഷയം വീണ്ടും സജീവമാകുന്നതിലൂടെ തെളിയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കവേ സുപ്രീം കോടതിയിലെ 9 അംഗ ബെഞ്ച് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്നത് CPIMനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ പ്രഹരമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്തോളം വിശ്വാസത്തെയും ആചാരങ്ങളെയും പുച്ഛിച്ചു തള്ളിയ ഒരു സർക്കാരിന്റെ ഇരട്ടത്താപ്പ് ഈ കോടതി നടപടിയിലൂടെ ഒരിക്കൽ കൂടി പുറത്തുവരികയാണ്. 2018 സുപ്രീം കോടതി വിധി വന്ന ഉടൻ തന്നെ ആചാരപരമായ പ്രത്യേകതകളോ വിശ്വാസികളുടെ വികാരമോ പരിഗണിക്കാതെ അത് നടപ്പിലാക്കാൻ പിണറായി സർക്കാർ കാണിച്ച അമിത വേഗത കേരളം ഇന്നും മറന്നിട്ടില്ല. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്ന 9 അംഗ ഭരണഘടനാ ബെഞ്ച് നാളെ മുതൽ വാദം കേൾക്കാൻ ആരംഭിക്കുമ്പോൾ പിണറായിയുടെ മുട്ട് വിറയ്ക്കുകയാണ്. സംസ്ഥാനത്ത് വോട്ടെടുപ്പിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ ശബരിമല വിഷയം വീണ്ടും സജീവ ചർച്ചയാകുന്നത് വോട്ടിങ്ങിനെയും സ്വാധീനിക്കും എന്ന് ഉറപ്പാവുകയാണ്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 9 അംഗ ബെഞ്ചിന് മുൻപാകെയാണ് വാദം നടക്കുന്നത്. നാളെ മുതൽ 9-ാം തീയതി വരെ യുവതീ പ്രവേശന വിധിയെ എതിർക്കുന്നവരുടെ വാദങ്ങളാണ് കോടതി കേൾക്കുക. വിധിയെ അനുകൂലിക്കുന്നവരുടെ വാദം 14 മുതൽ 16 വരെയുള്ള തീയതികളിൽ നടക്കും. ശബരിമലയിലെ യുവതീ പ്രവേശന വിലക്ക് സ്ത്രീകളോടുള്ള വിവേചനമാണോ എന്നും മതപരമായ ആചാരങ്ങളിൽ കോടതിക്ക് എത്രത്തോളം ഇടപെടാം എന്നുമാണ് ഈ ബെഞ്ച് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഗോതയിൽ നിൽക്കുന്ന ഇടത് സർക്കാർ സുപ്രീം കോടതിയിൽ സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഇനി ഉറ്റുനോക്കുന്നത്. 2018 യുവതീ പ്രവേശനത്തെ ശക്തമായി അനുകൂലിച്ച സർക്കാർ പിന്നീട് ഉണ്ടായ പ്രതിഷേധങ്ങളെ തുടർന്ന് നിലപാടിൽ അയവ് വരുത്തിയിരുന്നു. ഇത്തവണ 9 അംഗ ബെഞ്ചിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വിധി അനുകൂലമായോ പ്രതികൂലമായോ നേരിട്ടുള്ള പരാമർശങ്ങൾ ഒഴിവാക്കി മധ്യസ്ഥ നിലപാടാണ് സർക്കാർ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ശബരിമല വിഷയം വീണ്ടും ഉയരുന്നത് ഭരണകക്ഷിയായ LDFന് വലിയ വെല്ലുവിളിയാണ്. 2018 വിധി നടപ്പാക്കാൻ സർക്കാർ കാണിച്ച ധൃതിയാണ് വിശ്വാസികളെ പ്രകോപിപ്പിച്ചതിന് പ്രധാന കാരണമെന്ന് BJPയും UDFും ഒരുപോലെ ആരോപിക്കുന്നു. വിശ്വാസ സംരക്ഷണത്തിനായിട്ട് പ്രത്യേക നിയമം കൊണ്ടുവരും എന്നാണ് പ്രതിപക്ഷ മുന്നണികളുടെ പ്രധാന വാഗ്ദാനം. സുപ്രീം കോടതിയിലെ വാദം ഈ ആരോപണങ്ങൾക്ക് പുതിയ മൂർച്ച നൽകുമെന്ന് ഉറപ്പായി. യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവരുടെ നിരയിൽ ഇത്തവണ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും നിലയുറപ്പിച്ചിട്ടുണ്ട്. ശബരിമല വിഷയം കോടതി തീരുമാനിക്കേണ്ടതല്ല എന്നും അത് മതപരമായ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നുമാണ് ബോർഡിന്റെ ഇപ്പോഴത്തെ നിലപാട്. 53 കക്ഷികളാണ് വിധിക്കെതിരെ വാദം എഴുതി നൽകിയിരിക്കുന്നത്. ഇതിൽ പന്തളം കൊട്ടാരവും തന്ത്രകുടുംബവും NSS ഉൾപ്പെടെയുള്ള സംഘടനകളും ഉൾപ്പെടുന്നു. മറുഭാഗത്ത് വിധിയെ അനുകൂലിച്ച് 12 കക്ഷികളാണ് വാദം സമർപ്പിച്ചത്. സ്ത്രീ സമത്വവും ഭരണഘടനാപരമായ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണമെന്നാണ് ഇവരുടെ വാദം. നോഡൽ അഭിഭാഷകനായ അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ സിംഗും അഡ്വക്കേറ്റ് ശാശ്വതിയും 2 പക്ഷത്തിന്റെയും വാദങ്ങൾ ക്രോഡീകരിച്ച് കോടതിക്ക് മുൻപാകെ എത്തിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പ് നടക്കുന്ന ഏപ്രിൽ മാസം തന്നെ ഈ വാദം നടക്കുന്നത് വോട്ടർമാരുടെ മനസ്സിനെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. 2018 സെപ്റ്റംബർ 28 സുപ്രീം കോടതി വിധിക്ക് ശേഷം കേരളം കണ്ടത് സമാനതകളില്ലാത്ത പ്രതിഷേധങ്ങളായിരുന്നു. ഇത് മുൻനിർത്തി ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ ശബരിമല പ്രധാന ചർച്ചാ വിഷയമാകാതിരിക്കാൻ ഇടതുമുന്നണി നന്നായി ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ സുപ്രീം കോടതിയിൽ വാദം തുടങ്ങുന്നതോടെ ഈ വിഷയം വീണ്ടും മുൻനിരയിലേക്ക് വരും. സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറയുന്ന ഓരോ വാക്കും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. വിശ്വാസികളുടെ വോട്ട് ലക്ഷ്യമിട്ട് UDFും BJPയും ഇതിനോടകം തന്നെ ശബരിമല വിഷയം പ്രചാരണ വിഷയം ആക്കിയിട്ടുണ്ട്. സുപ്രീം കോടതിയിലെ വാദങ്ങൾ തത്സമയം പുറത്തുവരുന്നത് പ്രചാരണത്തിന്റെ സമാപന ദിവസമായ നാളെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തും. കോടതിയിൽ സർക്കാർ എടുക്കുന്ന നിലപാട് വിശ്വാസവിരുദ്ധമെന്ന് സ്ഥാപിക്കാനായിരിക്കും പ്രതിപക്ഷത്തിന്റെ നീക്കം. ശബരിമല യുവതീ പ്രവേശന വിധി ഭരണഘടനയുടെ 25, 26 അനുച്ഛേദങ്ങൾ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നുണ്ടോ എന്ന വലിയ നിയമപ്രശ്നമാണ് 9 അംഗ ബെഞ്ച് പരിശോധിക്കുന്നത്. മറ്റ് മതങ്ങളിലെ സമാനമായ സ്ത്രീ വിവേചന വിഷയങ്ങളിലും ഈ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. എങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശബരിമല തന്നെയാണ് രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. നാളെ വൈകുന്നേരം പരസ്യ പ്രചാരണം അവസാനിക്കാനിരിക്കവേ ശബരിമലയിലെ സുപ്രീം കോടതി നീക്കം ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ജീവൻ മരണ പോരാട്ടമായി മാറിയിരിക്കുകയാണ്. കോടതി മുറിയിലെ വാദപ്രതിവാദങ്ങൾ വോട്ട് കുത്താൻ പോകുന്ന ജനങ്ങളുടെ തീരുമാനങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തുമെന്ന് ചുരുക്കം. വരും ദിവസങ്ങളിൽ സുപ്രീം കോടതിയിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾക്കായിട്ട് കാതോർക്കുകയാണ് രാഷ്ട്രീയ കേരളം.